സുഹൃത്തുക്കളെ, ഞാനിന്ന് വളരെ ദേഷ്യത്തോടെയും വളരെ സങ്കടം തോന്നിയ ഒരു കാര്യമാണ് സത്യം പറഞ്ഞാൽ നിങ്ങളോട് പറയുന്നത്. വേറെ ഒന്നുമല്ല, ഇന്ന് ഞാനിപ്പോൾ ഒരു ന്യൂസിൽ കണ്ടതാണ്. അതായത് 75-കാരനായ ജോസഫ് എന്ന് പറയുന്ന ആൾക്കെതിരെ, ആലപ്പുഴയിൽ തന്നെ ഒരു സംഭവമാണിത്. ആ ആൾക്കെതിരെ ആ സ്കൂളിൽ തന്നെ പഠിക്കുന്ന ഒരു പെൺകൊച്ച് പോസ്കോ നിയമപ്രകാരം ഒരു കേസ് കൊടുത്തു. അതിനെ ഉപദ്രവിക്കുന്നുണ്ട്, ശല്യം ചെയ്യുന്നുണ്ടെന്നും പറഞ്ഞു. അതിന്റെ പേരിൽ 225 ദിവസത്തോളമാണ് പുള്ളി ജയിലിൽ കിടന്നത്. ഇന്നലെ കഴിഞ്ഞ ദിവസം കണ്ട് അതിന്റെ വിചാരണ നടന്ന സമയത്ത് അയാളുടെ കോലം കണ്ടിട്ട് ആ പെൺകുട്ടിക്ക് സങ്കടം തോന്നിയിട്ട് അയാളല്ല ഉപദ്രവിച്ചത്, ആ പെൺകുട്ടിയുടെ സുഹൃത്ത് പറഞ്ഞതനുസരിച്ചാണ് അദ്ദേഹത്തിന്റെ പേര് വിളിച്ചു പറഞ്ഞതെന്ന് പറഞ്ഞു. അതായത് സ്കൂളിൽ വെച്ചിട്ട് എന്തോ അവരെ കാണുകയോ എന്തോ അങ്ങനെ എന്തോ സംഭവമാണ്. അത് കണ്ടതിന്റെ പേരിൽ ആ കൊച്ചിന്റെ വീട്ടിൽ പറയാതിരിക്കാൻ വേണ്ടി സുഹൃത്തിന്റെ ഒത്താശയോട് കൂടി അയാളുടെ പേര് വിളിച്ചു പറഞ്ഞതാണ്. അതിനുശേഷം ആ കൊച്ചിന് സങ്കടം തോന്നിയതുകൊണ്ട് 285 ദിവസത്തിന് ശേഷം പുള്ളി ജയിലിൽ നിന്ന് മോചിതനായി. നേരെ മറിച്ച് ആ കൊച്ചിന് അങ്ങനത്തെ ഒരു തോന്നല് തോന്നിയില്ലായിരുന്നെങ്കിൽ എത്ര ദിവസം അയാൾ ജയിലിൽ കിടക്കേണ്ടി വന്നേ. ചിലപ്പോൾ 75 വയസ്സായി ജയിലിൽ കിടന്ന് മരിച്ചു പോയിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ. അയാളും ആ ഒരു കള്ളപ്പേരും കേട്ട് അയാളുടെ കുടുംബവും അതും പേര് എത്ര നാൾ നടക്കേണ്ടി വരുമായിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നമ്മുടെ നിയമങ്ങൾ പൊളിച്ചെഴുതേണ്ട സമയമായിട്ടുണ്ട്. അതിനേക്കാളും ഈ പോലീസുകാർ ചെയ്തിരിക്കുന്ന ഒരു ദ്രോഹമാണ്. ഒരു പെങ്കൊച്ചിന്റെ വാക്ക് കേട്ട ഉടനെ എന്താണ് സത്യമെന്ന് അറിയാതെ അവരെടുത്തിയാടി പുറപ്പെട്ടതിന്റെ ഒരു ഫലമല്ലേ ഇയാൾക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നത്. നേരെ മറിച്ച് അത് അന്വേഷിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത്രയും ദിവസം അയാൾ കിടക്കേണ്ടി വരത്തില്ലായിരുന്നു. ഇങ്ങനെ നമ്മുടെ ജയിലുകളിൽ എത്രയോ പേര് ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പം നമ്മുടെ നിയമങ്ങൾ സ്ത്രീകൾ ആണെന്നുണ്ടെങ്കിലും ശരി നല്ല രീതിയിൽ ദുരുപയോഗം ചെയ്യുന്നുണ്ടെന്നുള്ളതിന്റെ തെളിവാണിത്. അതുപോലെ നമ്മുടെ നിയമങ്ങൾ ഈ ജാതിക്ക് അനുകൂലമായിട്ടാണെങ്കിലും ഈ സ്ത്രീകൾക്ക് അനുകൂലമായിട്ടാണെങ്കിലും വന്നിരിക്കുന്ന പല നിയമങ്ങളും പൊളിച്ചെഴുതേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ അതെല്ലാം പലതരത്തിൽ മിസ്യൂസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കും. ഇപ്പൊ ചിലരാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ജാതി പേര് അങ്ങനെ വിളിച്ചു ഇങ്ങനെ വിളിച്ചു എന്നും പറഞ്ഞ് കള്ളക്കേസ് കൊടുക്കുന്നുണ്ട്. എന്റെ അനുഭവത്തിൽ തന്നെ ഞാൻ 2-3 കേസ് അങ്ങനെ കണ്ടിട്ടുണ്ട്. അതുപോലെ എല്ലാ സ്ത്രീകളും ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ അവസ്ഥ ആലോചിച്ച് നോക്കുക. അയാളുടെ കുടുംബം അയാളെ വിശ്വാസം ഉള്ളതുകൊണ്ട് മക്കളും മരുമക്കളും കൂടെ നിന്നെന്ന് പറഞ്ഞു. നേരെ മറിച്ച് അവരും അയാളെ ഒറ്റപ്പെടുത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ജയിലിൽ തന്നെ കിടന്ന് അയാൾ മരിച്ചു പോയത്. അപ്പൊ അവര് കൂടെ നിന്ന് അവരുടെയൊക്കെ ഒരു പ്രാർത്ഥനയുടെ ഫലം കൊണ്ടും ആ അഡ്വക്കേറ്റ് ഫീസ് പോലും വാങ്ങിക്കാണ്ടാണ് ആ കേസും കാര്യങ്ങളും നോക്കിയെന്ന് പറഞ്ഞു. ഒരു 75 വയസ്സുള്ള ഒരാള് ഒരു സെക്യൂരിറ്റി പണിക്ക് ഒരു സ്കൂളിൽ പോയി നിൽക്കണമെന്നുണ്ടെങ്കിൽ അയാളുടെ സാമ്പത്തിക സ്ഥിതി എത്രത്തോളമാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. അത്രയും മോശമായതുകൊണ്ടായിരിക്കും അയാൾ അവിടെ ആ ജോലിക്ക് പോയി നിൽക്കുന്നത്. അതിന്റെ ഇടയിൽ ഇങ്ങനെയൊക്കെ കാണിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോ ഇത്രയും ചെയ്തിട്ടും ആ പെൺകുട്ടിക്ക് എന്താ പറയാ പേരോ കാര്യങ്ങളോ ഒന്നുമില്ല. ആ പെൺകുട്ടിക്കെതിരെ കേസുമില്ല. ഇപ്പം അങ്ങനെ മൊഴി കൊടുക്കാൻ പറഞ്ഞ അവനെതിരെ കേസ് എടുത്തിട്ടുണ്ട്. അവൻ ജാമ്യം എടുത്ത് പുറത്തു പോയിട്ടെന്നാണ് വാർത്തയിൽ നിന്ന് എനിക്ക് അറിയാൻ പറ്റിയത്. അപ്പം അവര് സുഖമായിട്ട് നടക്കുന്നു. ഈ മനുഷ്യൻ ഇത്രയും കാലം അനുഭവിച്ച ഈ വിഷമങ്ങൾക്ക് ആര് സമാധാനം പറയും? ഇത്രയും നാൾ അദ്ദേഹത്തിനുണ്ടായിരിക്കുന്ന ആ മാനഹാനിയും ധനനഷ്ടത്തിനും ഒക്കെ ആര് സമാധാനം പറയും? അവരുടെ വീട്ടുകാർക്കുണ്ടായ ബുദ്ധിമുട്ടുകളാണ്. ഒന്നില്ലേലും ഒരു കൊച്ചിനെ കയറി പിടിച്ചവന്റെ മോളാണ് അല്ലെ മോനാണ് പോകുന്നതെന്ന് പറഞ്ഞാൽ ആ മക്കൾ എന്തോരം കേട്ട് കാണും. അയാൾക്ക് വൈഫ് ഉണ്ടെങ്കിൽ അയാളുടെ വൈഫ് എന്തോരം കേട്ട് കാണും. അപ്പൊ നമ്മുടെ നിയമങ്ങൾ പൊളിച്ചെഴുതേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ പോലീസുകാരാണെന്നുണ്ടെങ്കിലും ശരി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ ഉടനെ അതല്ലാതെ അന്വേഷിക്കാനുള്ള കാര്യങ്ങൾ നോക്കുക. ഇപ്പൊ പഴയ പോലെ കേസുകളിലൊന്നും അന്വേഷണം നടക്കുന്നില്ലെന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. സമ്പത്തുണ്ടെങ്കിലോ അല്ലെന്നുണ്ടെങ്കിൽ പിടിപാടുണ്ടെങ്കിലോ അവർക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന ഒരു നിയമമാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഉള്ളത്. എന്ത് ചെയ്യാനാകും? ഇതൊക്കെ അനുഭവിക്കാന്നല്ലാതെ വേറെ ഒന്നുമില്ല.